ഒരു ബിഗ്ഗസ്റ്റ് ഫാൻ. ഞാൻ ഡൽഹിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ ചെറുപ്പം തൊട്ടേ ചേട്ടനെ കണ്ടു ഇങ്ങനെ നേരിട്ട് ഒരിക്കലും കാണുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ്. സോ മൈ ക്വസ്റ്റ്യൻ ഫോർ യു ഈസ് ലൈക്ക്, ചേട്ടന്റെ ജീവിതത്തിൽ ലൈഫിൽ വൺ ടൈം ഇഫ് യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ കോളേജ് ഡേയ്സ്, വാട്ട് വുഡ് ഇറ്റ് ബി ദാറ്റ് യു വാണ്ട് ടു ഡു ഫസ്റ്റ്? ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കും. അല്ലേ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലേ. ഞാൻ ബാക്ക് ബെഞ്ചറായിരുന്നു. അപ്പോൾ കോളേജിൽ പോകുന്നതിന് ഫ്രണ്ട്സായിട്ട് ഒരുമിച്ച് ഒരു ചായയും പരിപ്പൂരയും കഴിക്കാനുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ കോളേജിൽ വരുന്നത്. ആദ്യം കാര്യം ചെയ്യുന്നത് തന്നെയാണ്. താങ്ക് യു ചേട്ടാ ഫോർ യുവർ ആൻസർ. Thank you. We have the next question. Hi. Okay. So my question is like, ഈ ഓണത്തിന് അത് താങ്കളുടെ ഫ്രണ്ട്സിന്റെ 2 സിനിമകളുണ്ട്. ഐ എം ഖലീഫും ഐ എം ഗെയിമിങ്. സോ ഞങ്ങൾ ഫാൻസ് എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഈ ഓണം ക്ലാഷ് കാരണം. എന്താണ് അതിനെ കുറിച്ച് പറയാൻ, ഒരു പ്ലാൻ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇതിൽ എത്തിപ്പിടിക്കുന്നത്? പൃഥ്വിയുടെ ഖലീഫ വരുന്നുണ്ട്, ദുൽഖറിന്റെ അയാൻഗെയിം വരുന്നുണ്ട്, ഞങ്ങളുടെ ബെന്നിലെ കുടിവേണ്ടിട്ടും വരുന്നുണ്ട്. എന്താ പറയുക, ഒരു സിനിമ അകത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് എല്ലാവരും വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. ഇതെല്ലാം വളരെ ഖലീഫയും അയാൻഗെയിമൊക്കെ വളരെ ബിഗ് ബഡ്ജറ്റിൽ വരുന്ന വലിയ സിനിമകളാണ്. നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം, എല്ലാ സിനിമകളും കാണണം. ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾ തിയേറ്ററിൽ പോകുന്ന സിനിമ കണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണം തന്നെയാണ്. അത് ഞാനാണെങ്കിലും ദുൽഖറാണെങ്കിലും പൃഥ്വിയാണെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ചെറുപ്പത്തിൽ എന്നെ ഒരു വട്ടം എടുത്തിട്ടുണ്ട്. അന്ന് ഭയങ്കര കുഞ്ഞായിരുന്നു. ഒരു ഫാമിലി ഡിന്നറിന്റെ സമയത്ത് എടുക്കാൻ പറയുന്നത്. I'm a very big fan, like ഭയങ്കര ഫാനാണ്. ചെറുതാവുമ്പോൾ തൊട്ടേ ഭയങ്കര ഫാനാണ്. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, നമ്മളിപ്പോൾ പാട്ടൊക്കെ കണ്ട്, അപ്പൊ ആ പാട്ടൊക്കെ കാണുമ്പോൾ എന്താണ് ആ ഓം ശാന്തി ആ ഒരു വൈബാണ് അടിക്കുന്നത് അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫീല് നമുക്ക് ഈ ഒരു മൂവിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പെർസ്പെക്റ്റീവിലുള്ള ഒരു കഥയാണ്. ഒരു പെൺകുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ ഒരു ചേട്ടനോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ് സിനിമ പറയുന്നത്. എന്നാൽ അതിനകത്ത് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫ് ഉണ്ട്. നമ്മുടെ ബേസിക് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൂടെ ആണ് ഈ കഥ പോകുന്നത്. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയതാണ് ഓം ശാന്തി ഓശാന. അങ്ങനെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ്. നമുക്കിങ്ങനെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അതേപോലെ ഒരു ഫീൽ ബെത്തലേം കുടുംബം തരുമെന്നാണ് വിശ്വസിക്കുന്നത്. കുറെ ജാനർ ചെയ്തിട്ടുണ്ട്, കുറെ സിനിമ ചെയ്തിട്ടുണ്ട്. അതില് ശരിക്കും നിവിൻ പോളി ഇതാണ് ലൈക്ക് ഞാൻ റിയൽ ലൈഫിൽ എങ്ങനെയാ തോന്നിയൊരു ഫിലിം ഉണ്ടോ? ഉമേഷിനെ ഒരു 80% ഉമേഷും ഒരു 20% ജോർജും. നമുക്ക് എല്ലാവർക്കും അറിയാം വിനീത് ശ്രീനിവാസൻ, അർജുൻ വർഗീസ്, നിവിൻ പോളി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ട്രയാണ്. ഫുൾ ഓഫ് കോമഡി ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഒരു ട്രയാണ്. അപ്പൊ ഒരു വടക്കൻ സെൽഫി ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കൈവിട്ടുള്ള ഒരു മൊമെന്റ് ഷെയർ ചെയ്യുമോ? അതിലെല്ലാ സീൻ അങ്ങനെയായിരുന്നു. ചിരി കൺട്രോൾ ചെയ്ത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എല്ലാ സിനിമയിലും ഞാനത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അത് എനിക്ക് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അഭിനയിച്ച് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ എസ്പെഷ്യലി ഏറ്റവും അടുത്ത കൂട്ടുകാരുടെ ഇമോഷണൽ സീൻസ് ഒക്കെ ചെയ്യുകയാണ് ഒക്കെ തന്നെ എനിക്ക് ചിരി വരും. എന്താണെന്നറിയില്ല, അത് എല്ലാവരും ഒക്കെ പറയും ക്യാരക്ടറൊക്കെ നിൽക്കണം, സിനിമ സീരിയസ് ആയിട്ട് കാണാനൊക്കെ പറയും. ഞാൻ അങ്ങനെയൊന്നും കാണാറില്ല. എൻ്റെ മൈൻഡിൽ 80% ഉമേഷ് ആയതുകൊണ്ട് ഞാൻ വളരെ ലാഘവത്തോടു കൂടിയാണ് എടുക്കാറ്. അപ്പോൾ ഒരുപാട് സീനുകളൊക്കെ തിരിച്ചു പോയി.